അപ്പോൾ ഒത്തിരി നമ്മൾ ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് ആപ്പിൾ വാച്ചിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നില്ലാന്ന്. അപ്പോൾ ആപ്പിൾ വാച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഹാൻഡ് ഗസ്റ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ ആപ്പിൾ വാച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമുക്ക് ആപ്പിൾ വാച്ചിനെ ടച്ച് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു ആപ്പിൾ വാച്ചിലുള്ള ഇൻ്റർഫേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഐഫോണിൽ നമുക്ക് ആപ്പിൾ വാച്ചിൻ്റെ ആപ്പ് എടുക്കാം. വാച്ച് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് നേരെ താഴേക്ക് വരിക. താഴേക്ക് വന്നാൽ നിങ്ങളുടെ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ആക്സസിബിലിറ്റി സെലക്ട് ചെയ്യുക. താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ അസിസ്റ്റീവ് ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കിയിട്ട് തൊട്ട് താഴെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഹാൻഡ് ഗസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഒരു ആപ്പിൾ വാച്ചിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഹാൻഡ് ഗസ്റ്റേഴ്സ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഈ ഒരു ആപ്പിൾ വാച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ടച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് മെയിനായിട്ടും യൂസ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ കയ്യിൽ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. നിങ്ങൾക്ക് ടച്ച് ചില സമയങ്ങളിൽ ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ആവത്തില്ല. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് നിങ്ങളുടെ വാച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഹാൻഡ് ഗസ്റ്റേഴ്സ് എന്ന ഓപ്ഷൻ മുകളിൽ കാണിക്കുന്നതായിരിക്കും. അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഗസ്റ്റേഴ്സ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ കയ്യിൽ എന്ത് കാണിക്കുമ്പോഴാണ് ഈ ഒരു ഓപ്ഷൻസ് വർക്ക് ആവേണ്ടതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കണ്ടിട്ട് പിഞ്ച് എന്ന് പറയുന്നത് ഫോർവേഡാണ് കാണിക്കുന്നത്. പിഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങനെ നുള്ളുന്ന ടൈപ്പ് ആക്ഷൻ കാണിക്കുമ്പോഴാണ് പിഞ്ച് എന്ന് പറയുന്നത്. ഡബിൾ പിഞ്ച് എന്ന് പറയുന്നത് 2 തവണ പിഞ്ച് ചെയ്യുക. ക്ലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നതിനാണ് ക്ലഞ്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലഞ്ചാണ് കൊടുത്തിരുന്നത്. അടുത്തായിട്ട് ഇവിടെ ഡബിൾ ക്ലഞ്ച് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ക്ലഞ്ച് 2 തവണ ഇങ്ങനെ ആക്കുക. അതാണ് ഡബിൾ ക്ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ എനേബിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞങ്ങളുടെ ജസ്റ്റ് ആ ഒരു ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. പിഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർവേഡ്, അത് ഓക്കെയാണ് എനിക്ക്. ഡബിൾ പിഞ്ച് എന്ന് പറയുന്നത് പ്രസ് ക്രൗൺ ആണ്. അതായത് നമ്മുടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതിനാണ് ഡബിൾ പിഞ്ച് എന്ന് പറയുന്നത്. അടുത്ത ക്ലഞ്ച് എന്ന് പറഞ്ഞാൽ ടാപ്പ്, അതായത് നമ്മൾ ടച്ച് ചെയ്യുന്നതിന് നമ്മൾ ഈ രീതിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഡബിൾ ക്ലഞ്ച് എന്ന് പറയുന്ന ആക്ഷൻ മെനു ആണ്. ഇപ്പോൾ നിങ്ങളിവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ആക്ടിവേഷൻ ഗസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അതായത് എപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡ് ഗസ്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത് ആ സമയത്ത് മാത്രം ഈ ഒരു ഗസ്റ്റർ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഹാൻഡ് ഗസ്റ്റർ ഓപ്ഷൻ ഇനേബിൾ ആവുന്നതായിരിക്കും നിങ്ങളുടെ വാച്ചിൽ. അല്ലാതെ നിങ്ങൾക്ക് എപ്പോഴും ഇത് ആക്ടിവേറ്റ് ചെയ്ത് ഇടേണ്ട കാര്യമില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ വാച്ചിനകത്ത് ഈ ഒരു ഹാൻഡ് ഗസ്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത് ആ സമയത്ത് ഈ ഒരു ആക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാച്ചിനകത്ത് ഹാൻഡ് ഗസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് ഇനേബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഇനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ഷൻ എന്ന് പറയുന്നത് ഡബിൾ പിഞ്ചാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഡബിൾ പിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിനകത്ത് ആ ഒരു ഹാൻഡ് ഗസ്റ്റർ ഓപ്ഷൻസ് ഇനേബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡബിൾ പിഞ്ചാണ്. ഡബിൾ പിഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ വാച്ചിനകത്ത് ഹാൻഡ് ഗസ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവണമെന്നാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു രീതിയിൽ ഈ ഒരു വാച്ച് ഒന്ന് ഹാൻഡ് ഗസ്റ്റേഴ്സ് യൂസ് ചെയ്ത് ഞാൻ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഈ ഒരു ഹാൻഡ് ഗസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഡബിൾ പിഞ്ചാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഡബിൾ പിഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ട് നമുക്കൊരു സ്ക്വയർ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് അതാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ക്ലഞ്ചാണ് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ക്ലഞ്ച് കൊടുക്കുന്ന ഉടനെ നമുക്കിവിടെ ആ ഒരു സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് പോകാനായിട്ട് ഡബിൾ പിഞ്ച് ചെയ്യുക. ബാക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ പിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പോകുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് ക്ലഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ആവുന്നതായിരിക്കും. ഡബിൾ പിഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രൗൺ ആയിരിക്കും പ്രസ് ആവുന്നതാണ് നമുക്ക് ബാക്ക് വരുന്നതായിരിക്കും. ഇനി നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ മുമ്പോട്ടും പുറകോട്ടൊക്കെ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് അകത്തുനിന്ന് ഒരു മെനു എടുക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഡബിൾ പിഞ്ച് പ്രസ് ചെയ്ത് നമുക്ക് മെനു വരുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്ക് മെനുവിൽ മുമ്പോട്ടും പുറകോട്ടും നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എനിക്കിവിടെ വന്നിട്ട് ഷോർട്ട് കട്ട്സിൻ്റെ അല്ലെങ്കിൽ എനിക്കിപ്പോൾ വന്നിട്ട് മാപ്പ് സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്ലഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് മുമ്പോട്ട് ബാക്കിലോട്ടൊക്കെ പോകണമെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ബാക്ക് പോകണമെങ്കിൽ ജസ്റ്റ് ഡബിൾ പിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ബാക്ക് പോകാവുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ബാക്കും ഫ്രണ്ടും നിങ്ങൾക്ക് പോയി നിങ്ങളുടെ വാച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വാച്ച് ഹാൻഡ് ഗസ്റ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡബിൾ പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിനകത്ത് അത് ഓഫ് ആവുന്നതായിരിക്കും. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വർക്ക് ആവത്തില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഹാൻഡ് ഗസ്റ്റർ യൂസ് ചെയ്ത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആപ്പിൾ വാച്ചിൽ ഹാൻഡ് ഗസ്റ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ വാച്ച് കൺട്രോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫീച്ചർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സീ യു.